أبدأ باسم الواحد حمدا له بالعابد صلى على محمد والآل وسلام الله أدعوك يا مولا لنا بأهل بدر بدرنا محمد نبينا صلي عليه يا الله أبو بكر عمر عثمان ثم حيدر نسل لعوف عامر وطلحة بن عبد الله لا إله إلا الله يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام نور کی محفل ہے سنیے قصیدہ نور کا نور کی محفل میں ذکر خیر ہوگا نور کا گا رہی ہے خلد میں حوریں بگانا نور کا ہے فرشتوں کی زبان پر بھی ترانہ نور کا فرش سے عرش اعظم ہے اجالا نور کا مرحبا صلی علی کیا رنگ نکھرا نور کا സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ വർഷത്തെ സ്നേഹപ്രഭാഷണ പരമ്പരയുടെ 5-ാം അധ്യായത്തിലാണ് നാം ഉള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ പ്രകീർത്തനങ്ങളെയും മഹനീയമായ ചരിത്രശകലങ്ങളെയും ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ വ്യക്തിവിശേഷങ്ങളെയും പരാമർശിച്ചുകൊണ്ട് കൃത്യമായ ഒരു ധാരയിലൂടെ നമ്മുടെ പരമ്പര മുന്നോട്ടു പോവുകയാണ്. ഈ വർഷത്തെ സ്നേഹപ്രഭാഷണം ഏതധ്യായം വരെ എത്തും എന്ന് തീർത്തു പറയാൻ കഴിയില്ല. എവിടെ നിർത്തേണ്ടി വന്നാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ ജീവിത ചരിത്രത്തിൽ നിന്ന് ആവുന്നിടത്തോളം പഠിക്കുകയും അറിയുകയും ചെയ്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രണയം വർദ്ധിച്ച് അവസാനം അവിടുത്തെയുടെ മുഹിബ്ബീങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെട്ട് സ്വർഗീയ ആരാമത്തിൽ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കുകയാണ് ഈ പരമ്പര കൊണ്ട് നാം ലക്ഷ്യം വെക്കുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു ഇതിന്റെ ശരിയായ പ്രതിഫലം അനുഭവിക്കുന്ന മുഹിബ്ബീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമാകമാനം ലോകൈക ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങളെ ഏറ്റെടുക്കുകയും പ്രോജ്വലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരുകീർത്തനത്തിന്റെ തീരത്ത് നിന്ന് ലളിതമായ ചില ശകലങ്ങളെ ഏറ്റെടുത്ത് മഹാനരായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകത്തെ അംഗങ്ങളാകുവാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രവും സീറയും പറയുന്ന മജ്ലിസിൽ പങ്കാളികളായി അതിന്റെ അനുഗ്രഹം നേടുവാൻ വന്നിട്ടുള്ളവരാണ് നാം. മദീനയിലെ വിശിഷ്ട ഭാവങ്ങളെയും വിശുദ്ധ ഭാഗങ്ങളെയുമാണ് ഇന്നലെ വളരെ പ്രാഥമികമായി നാം ചർച്ച ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട പല അധ്യായങ്ങളും തൊടാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ബോധം അവതരിപ്പിക്കുന്ന അന്വേഷകനായ എനിക്കുണ്ട്. പക്ഷേ ഈ പരമ്പരയിലെ ഇനിയും ദിവസങ്ങൾ മദീന വിശേഷങ്ങളോട് ചേർന്ന് നിന്ന് പോകാൻ നമ്മുടെ തുടർച്ചയ്ക്ക് കഴിയാത്തതുകൊണ്ട് മാത്രം അത്രയിൽ അവസാനിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദനി വിശേഷങ്ങളെ അവിടുത്തെ പള്ളിയും അനുബന്ധ പള്ളികളും പള്ളിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതുപോലെ മദീനയിലെ പുണ്യമാർന്ന പ്രദേശങ്ങൾ ഇതെല്ലാം പറയുമ്പോഴും മദീനയിലെ കിണറുകൾ എന്ന വലിയൊരു അധ്യായമുണ്ട്. ഇന്നലെ നമുക്ക് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. തൽക്കാലം ഈ പരമ്പരയിൽ അതിനോട് ചേർന്നു നിൽക്കാൻ സമയമില്ല. ചരിത്ര പ്രധാനമായി ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചേർന്ന സ്ഥലങ്ങളിൽ സന്ദർശിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അതിൽ പ്രധാനപ്പെട്ടത് അവിടുത്തെ കിണറുകൾ, ബിർ അരീസ്, ബിർഹാ പോലെയുള്ള കിണറുകൾ പരിശുദ്ധമായ ഇസ്ലാമിക സമൂഹത്തിന് സംഭാവന ചെയ്ത മഹാന്മാരായ സ്വഹാബികൾ അവിടുത്തെ പാനീയം നടത്തിയ ലോകൈക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കിണറുകളിൽ അവിടുന്ന് കാല് അകത്തേക്കിട്ട് വക്കത്തിരുന്ന രംഗങ്ങൾ, ചില കിണറിലെ വൃത്തികെട്ട വെള്ളം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീത ജലമായി മാറിയ രംഗങ്ങൾ, ഇതെല്ലാം ഈ വിഷയത്തിന്റെ ഭാഗമാണ്. പക്ഷേ തൽക്കാലം അതിലേക്ക് എന്റെ പരമ്പര കടന്നു പോകുന്നില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ആബാറുൽ മദീന, മദീനയിലെ കിണറുകൾ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ, ഒരു ഗ്രന്ഥം തന്നെ നമുക്ക് പഠിക്കാൻ ലഭിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും അവസരങ്ങളിൽ അത്തരം വിഷയങ്ങളെ പ്രത്യേകം കണ്ടെത്തി അവതരിപ്പിക്കുകയും ഈ പരമ്പരയോട് ചേർത്ത് കേൾക്കുകയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മദീനയുടെ തന്നെ മർമ്മപ്രധാനമായ ചില അധ്യായങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ നടത്തിയ സീഡികൾ നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. അത് ഈ പരമ്പരയിൽ ചേർത്ത് വെച്ച് വായിക്കേണ്ടതും കേൾക്കേണ്ടതുമാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണം അതിലും ആവശ്യപ്പെടുകയാണ്. ഏതായാലും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന മാല്യങ്ങളുടെ സുതാര്യമായ ഈ പരമ്പരയിൽ ലളിതമായ ചില അധ്യായങ്ങളെ ആവഹിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മഹനീയമായ അവദാനങ്ങളെയും പ്രകീർത്തനങ്ങളെയും എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരമ്പര തുടരുമ്പോൾ
ലോകൈക ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കുകയും സ്നേഹം നുകരുകയും ചെയ്ത മദീനയിലെ ഓരോ വസ്തുവകകളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രദീപ്തമായ പ്രഭാവങ്ങളെയും പ്രദീപ്തമായ വ്യക്തിവിശേഷങ്ങളെയും ആവഹിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രതിധ്വാനങ്ങളാണ്. നൂർ കി മഹ്ഫിൽ ഹേ ഏ സുനിയേ ഖസീദ നൂർ കാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യപ്രകാശനത്തിന്റെ പ്രകാശം പൊഴിയുന്ന മജ്ലിസാണിത്. നൂർ കി മഹ്ഫിൽ മേം ദിക്ർ ഖൈർ ഹോഗാ നൂർ കാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ വിശേഷങ്ങളെ പറയുന്ന മജ്ലിസുകൾ അനുഗ്രഹത്തിന്റെയും പ്രകാശത്തിന്റെയും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതിന്റെയും വളരെ മനോഹരമായ കൊയ്ത്തുവേദികളാണ്, അസുലഭ മുഹൂർത്തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മദീനയിൽ അനുഭവിച്ച ത്യാഗങ്ങൾ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ അല്പസ്വല്പമായി നാം പറഞ്ഞിട്ടുണ്ട്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ ഇസ്ലാമിക പ്രവർത്തനത്തിനിടയിൽ ഒരു രാഷ്ട്രത്തെയല്ല, ലോകത്തുള്ള രാഷ്ട്ര വ്യവസ്ഥിതികളെ മുഴുവനും പുനർക്രമീകരിക്കുവാനുള്ള പ്രയോക്താവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ കേവലമായ ഒരു സൈദ്ധാന്തിക പ്രതിഭാസമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കാണുന്നത്. A great theorist is seldom a great leader. An agitator is far more likely to possess these qualities. He will always be a better leader. For leadership means the ability to move message of man. The talent to produce ideas has nothing in common with the capacity for leadership. Hitler continues, the union of the theorist, organizer and leader in one man is the rarest phenomenon on this earth. Therein consists greatness. Professor Rao concludes his essay in his own words. In the person of the Prophet of Islam, the world has seen this rarest phenomenon on earth, walking in flesh and blood. ഒരുപാട് പ്രതിഭാശാലികളുടെ വചനങ്ങളെ മുഹമ്മദ് ദി ഗ്രേറ്റസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ അഹ്മദ് ദീദാത്തി എടുത്തുദ്ധരിക്കുമ്പോൾ ലോകത്ത് ജീവിച്ച ഏറ്റവും അത്യത്ഭുതകരമായ വ്യക്തിപ്രഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലമായ ചില സിദ്ധാന്തങ്ങളെ പറഞ്ഞുപോയ ഒരു സൈദ്ധാന്തികനല്ല, പ്രായോഗികമായ ഒരു ലക്ഷ്യത്തിലേക്ക് കൃത്യമായി സഞ്ചരിച്ച് ലോകത്തെ നയിച്ചു കൊണ്ടുപോയ അതുല്യമായ പ്രതിഭാസമാണ്. The person of the Prophet of Islam, the world has seen this rarest phenomenon. വളരെ അത്യപൂർവമായ വ്യക്തിപ്രഭാവത്തെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ലോകത്തിന് ലഭിച്ചത്. മാത്രമല്ല, വാക്കിംഗ് ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്, രക്തവും മാംസവുമുള്ള ശരീരത്തിലായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിക്കുമ്പോഴും രണ്ടാമതൊരാളില്ല എടുത്തു പറയാൻ. അത്രയും നോട്ട് റയർ ബട്ട് റയറസ്റ്റ് ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ചു പറയുമ്പോൾ ആ മഹനീയമായ വ്യക്തിവിശേഷത്തിന്റെ മുമ്പിലേക്ക് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ അഭിമുഖീകരിക്കുവാൻ നിരവധി പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ അതിലെല്ലാം ലോകൈക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരുടെ ശാരീരികമായും മാനസികമായും സൈദ്ധാന്തികവുമായുള്ള വിമർശനങ്ങൾ അതിജയിച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് പോയത്. അതിൽ ചില കാര്യങ്ങളൊക്കെ മിനിയാന്ന് നാം പറഞ്ഞിരുന്നു. ഇന്നിവിടെ നമുക്ക് തുടങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതെങ്കിലും വിധേന ഒതുക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരാജയപ്പെടുത്തുവാനും ശ്രമിച്ചവർ ഒരു ദിവസം യഹൂദികളായ ആളുകൾ അവരവരുടെ പാഠശാലയിലേക്ക് ഒരാൾ വന്നു. വഖദ് സനാ റജുലുൻ ബഅദ ഇഹ്സാനിൻ ബിംറഅത്തിൻ മിൻ യഹൂദ്. അവിടുന്ന് വിവാഹിതനായ ഒരാൾ വ്യഭിചാരിയായി. അയാൾ വന്നിട്ട് ചോദിച്ചു, അല്ല, എനിക്ക് എന്താണ് ശിക്ഷാ നടപടിയുള്ളത്? അവരെല്ലാവരും പറഞ്ഞു, സലു മുഹമ്മദൻ അൻ ദാലിക്,
മുഹമ്മദ് നബിയോട് പോയി ചോദിക്കുക, ഫഇൻ അമറകും ബിൽ ജൽദി ഫഖുദൂഹു അൻ വഇൻ അമറകും ബിർറജ്മി ഫലാ തഅഖുദൂഹു അൻ. അവിടുന്ന് വിവാഹിതനായ പുരുഷൻ വ്യഭിചാരം എന്ന തെറ്റു ചെയ്താൽ അദ്ദേഹത്തെ എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷയാണ് മുഹമ്മദ് നബി പറയുന്നതെങ്കിൽ നിങ്ങളത് സ്വീകരിക്കേണ്ടതില്ല. അടി കൊടുത്താൽ മതി എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. അങ്ങനെ അവരെല്ലാവരും കൂടെ ജൂതന്മാര് ശൂറ കൂടി. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫലമ്മ ജതമഉ ഫീ ബൈത്തിൽ മിദ്റാസ് ഇബ്അസൂ ബിഹാദ الرجل وبهذه المرأة ഇലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഇവർ രണ്ടുപേരെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വിടാം. അവിടുന്ന് ഫത്വ ചോദിക്കാം. എറിഞ്ഞുകൊല്ലുകയാണ് വിധി പറയുന്നതെങ്കിൽ സ്വീകരിക്കേണ്ടതില്ല. അടിക്കലാണ് വിധി കൽപ്പിക്കുന്നതെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫാതൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ജാലിസുൻ ഫിൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന പള്ളിയിലേക്ക് വന്നു. യാ അബുൽ ഖാസിം, അല്ലയോ അബുൽ ഖാസിമേ, ഹാദാ റജുലുൻ ഖദ് സനാ ബഅദ ഇഹ്സാനിഹി ബിംറഅത്തിൻ ഖദ് അഹ്സനത് ഫഹ്കും ഫീഹിമാ ഫഖദ് വല്ലൈനാകൽ ഹുക്മ ഫീഹിമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറഞ്ഞു, വിവാഹിതനായ വ്യഭിചാരിയാണ്, ഇയാൾക്ക് എന്താണ് ശിക്ഷ നടപ്പിലാക്കേണ്ടതെന്ന് നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, അവിടുന്ന് പറയണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ തജിദൂന ഫിത് തൗറാ, നിങ്ങളുടെ തോറയിൽ എന്താണ് വിധി പറയുന്നത്? ഉടനെ അവര് പറഞ്ഞു, ഞങ്ങളുടെ തോറയിൽ പറയുന്ന വിധി അവരെ പരസ്യമായി അവഹേളിച്ച് ചോദ്യം ചെയ്തിട്ട് അവർക്ക് തല്ല് നടപ്പിലാക്കണമെന്നാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഞങ്ങളുടെ അടുക്കലുള്ള വിധി തൽക്കാലം മാറ്റിവെക്കാം, നിങ്ങൾ എന്താണ് വിധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും മിണ്ടിയില്ല. അവരോട് പറഞ്ഞു വരാൻ. ഹത്താ അതാ ബൈത മിദ്റാസിഹിം ഫഖാമ അലൽ ബാബ് യാ മഅശറ യഹൂദ്. ജൂതന്മാരുടെ പർണശാലയുടെ മുമ്പിൽ പോയി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പാതിരിമാരും പണ്ഡിതന്മാരും എല്ലാം ഇറങ്ങി വരിക, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അപ്പോഴവിടുത്തെ കുറെ ആളുകൾ ഇറങ്ങി വന്നു. അബ്ദുല്ലാഹി ഇബ്നു സൂരിയ, അബാ യാസിർ ഇബ്നു അഖ്തബ്, വഹബ് ഇബ്നു യഹൂദ തുടങ്ങിയുള്ള ആളുകൾ ഇറങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൂസ അലൈഹിസ്സലാം നിങ്ങൾക്ക് നൽകിയ തോറയിൽ സാനി മുഹ്സന് എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. അഥവാ വിവാഹിതനായ വ്യഭിചാരിക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്താണ്? ഉടനെ അവര് പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ വേദം പറയുന്നത് എറിഞ്ഞുകൊല്ലാനല്ല, അടിക്കാൻ മാത്രമാണ്, ശിക്ഷ നടപ്പിലാക്കാനാണ്. ഫഖാല അബ്ദുല്ലാഹി ഇബ്നു സലാം, വേദപണ്ഡിതനായിരുന്ന, ഇസ്ലാം ആശ്ലേഷിക്കുകയും പ്രവാചക ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞു, കദബ്തും ഇന്ന ഫീഹാ അർറജം, അല്ല, നിങ്ങൾ പറഞ്ഞത് കളവാണ്, എറിഞ്ഞുകൊല്ലണമെന്നാണ് തൗറാത്ത് പറയുന്നത്. فأتوه بالتوراة فنشروها فوضع أحدهم يده على آية الرجم فقرأ ما قبلها وما بعدها. കൊണ്ടുവന്നതിന് ശേഷം ആ തോറയിലെ എറിഞ്ഞുകൊല്ലണമെന്ന ഭാഗത്ത് മാത്രം മറച്ചു വെച്ചിട്ട് അതിന്റെ മുകൾ ഭാഗവും അതിന്റെ താഴെ ഭാഗവും വായിച്ചു. ഫഖാല അബ്ദുല്ലാഹി ഇബ്നു സലാം, അപ്പ അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞു, ഇർഫഅ യദക്, നീ കൈവച്ച് മറച്ചിരിക്കുന്ന ഭാഗം അങ്ങ് മാറ്റുക. ഫറഫഅഹാ, ആ കൈ അങ്ങ് മാറ്റിയപ്പോൾ അവിടെ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിധിയാണ് അവിടെ വായിക്കാൻ കഴിയുന്നത്, എറിഞ്ഞു കൊല്ലണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ വ്യക്തിവിശേഷത്തിന്റെ പവിത്രമായ സാന്നിധ്യത്തിലൂടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യവേദത്തെ അവതരിപ്പിച്ചപ്പോൾ വേദപണ്ഡിതന്മാരായ മുഴുവൻ ആളുകളും ആയുധം വെച്ച് കീഴടങ്ങിയപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ വ്യക്തിവിശേഷങ്ങളെ ഏറ്റുപാടുകയാണ്. ഗാരഹി ഖുൽദ് മേ ഹൂറേം ബിഗാനാ നൂർ കാ है फरिश्तों की ज़बां पर भी तराना नूर का.
ലോകൈക ഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്മാരുടെ പർണശാലയുടെ പടിവാതിൽക്കൽ നിന്ന് പാതിരിമാരെ ആഗമനം വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, വേദമെന്താണ് പറയുന്നത്? കൃത്യമായ മറുപടിയിൽ നിന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിധി സത്യമാണെന്നറിഞ്ഞപ്പോൾ അനന്തതയിൽ നിന്ന് വീണമീട്ടുകയാണ് ഹൂറേം ബിഗാന നൂറുക. സ്വർഗീയ ഹൂറികൾ പാട്ടുപാടുകയാണ് ലോക നേതാവിന്റെ പവിത്രമായ വ്യക്തിവിശേഷങ്ങളെ. ഹേ ഫരിഷ്തോം കി സബാൻ പർ ഭീതരാനാ നൂർ കാ. വാനലോകത്തെ മലക്കുകളുടെ അധരങ്ങളിൽ നിന്നും വരുന്നതും ഹബീബിന്റെ പ്രത്യേകതകളാണ്. ഫർഷ് സേ താർശ് അസം ഹേ ഉജാലാ നൂർ കാ. വാനലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ട സൃഷ്ടിയായ അർശിന്റെ കമാനങ്ങളിലും ഭൂമിയുടെ ഓരോ തലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാവമാണ്. മർഹബാ സ്വല്ലി അലാക രംഗ് നികനാ നൂർ കാ. മംഗളമോതുകയാണ്, സ്വാഗതമറിയിക്കുകയാണ്. എത്ര പവിത്രമായ പ്രഭാവത്തിന്റെ സാന്നിധ്യമാണ്. ലോക നേതാവിന്റെ വരിഷ്ഠ സന്നിധിയിൽ നിന്ന് ലോകത്തിന്റെ ഹൃത്തടത്തിലേക്ക് പകർന്നു വന്നത് ആധുനിക യൂറോപ്പിന്റെ നടപടികളെയും നവീന ചിന്താഗതികളുടെ അത്തിവാരങ്ങളെയും പുതിയ കാഴ്ചപ്പാടുകളുടെ അഗ്നിശിലകളെയും മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ, ന്യായത്തിന്റെ കൃത്യമായ ധാരകളെ അടയാളപ്പെടുത്തിയ അതുല്യ ജ്യോതിസേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക പോപ്പുമാരുടെ വിചാരമണ്ഡലങ്ങളിൽ പോലും അസ്തിത്വത്തെ നഷ്ടപ്പെടുത്താൻ മാത്രമുള്ള സത്യപ്രഖ്യാപനമാണ് മദീനായുടെ മണൽപ്പരപ്പിൽ ഇരുന്ന് ലോകത്തിന്റെ നേതാവ് നടത്തിയതെങ്കിൽ हर कुली हर भूल हर पत्ता है उसका नूर का. എല്ലാ വഴികളിലും, എല്ലാ പൂന്താനങ്ങളിലും, എല്ലാ പുഷ്പങ്ങളിലും, എല്ലാ ദളങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ലോക നേതാവിന്റെ കീർത്തന കാവ്യങ്ങളാണ്. സ്നേഹഗുരുവിന്റെ മഹനീയ മന്ത്രങ്ങളാണ് ലോകമാകമാനമുള്ള കർണപടങ്ങളെ വർണ്ണാഭമാക്കുന്നത്, അധരങ്ങളിൽ ആത്മീയത വിരിക്കുന്നത്. ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തിയുക്തമായ മറുപടി പറഞ്ഞപ്പോൾ അവർ ആയുധം വെച്ചു കീഴടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവിധ ചോദ്യങ്ങൾ ചോദിച്ച് ആയുധം വെച്ച് കീഴടങ്ങിയവർ അവസാനം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേദനിർഭരമായ പ്രമാണങ്ങളുടെ മുമ്പിൽ അവരുടെ തോറയും ഇഞ്ചിയിലും വെച്ച് മറുപടി പറഞ്ഞപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത പ്രഖ്യാപനമാണ്, ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസ് ഫതമന്നഉൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ. നിങ്ങൾ പറഞ്ഞില്ലയോ വേദക്കാരെ, നിങ്ങളെ സ്വർഗത്തിലുള്ളൂ എന്ന്? ജൂതന്മാര് പറഞ്ഞു, ക്രിസ്ത്യാനികൾ നരകത്തിലാണ്, ഞങ്ങൾ സ്വർഗത്തിലാണെന്ന്. ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഞങ്ങൾ സ്വർഗത്തിലാണ്, ജൂതന്മാർ നരകത്തിലാണെന്ന്. ഖാലത്തിൽ യഹൂദു ലൈസത്തിൻ നസ്വാറാ അലാ ശൈ വഖാലത്തിൻ നസ്വാറാ ലൈസത്തിൽ യഹൂദു അലാ ശൈ.
അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാരപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് മാത്രമാണ് സ്വർഗമാണെന്നല്ലേ നിങ്ങൾ വാദിക്കുന്നത്? ഇൻകാനത് ലകുമുദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസ്. മറ്റുള്ളവർക്കാർക്കും ലഭ്യമാകാത്ത സ്വർഗം നിങ്ങൾക്ക് മാത്രമാണുള്ളതെങ്കിൽ ഫതമന്നഉൽ മൗത ഇൻ കുൻതും സ്വാദിഖീൻ. നിങ്ങളെന്നാൽ മരണത്തെ ഒന്ന് ആശിക്കുമോ? നിങ്ങൾ സത്യപ്രസ്താവനയുടെ ആളുകളാണെങ്കിൽ ഞങ്ങളൊന്ന് മരിച്ചോട്ടെ എന്ന് ആശിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? സ്വർഗം നിങ്ങൾക്ക് റെഡിയാണെങ്കിൽ. കാരണം എന്താണ്? ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറാ. ജൂതനോ ക്രിസ്ത്യാനിയോ ആയില്ലെങ്കിൽ സ്വർഗത്തിൽ കടക്കൂല എന്ന വാദമായി വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ഇൻ കുൻതും ഫീ മഖാലതികും സ്വാദിഖീൻ ഖൂലൂ അല്ലാഹുമ്മ അമിത്നാ. നിങ്ങളെന്നാൽ ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ ആശ പറയാമോ? നിങ്ങൾ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവരല്ലേ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫവല്ലദീ നഫ്സി ബിയദിഹി ലാ യഖൂലുഹാ റജുലുൻ മിൻകും ഇല്ലാ വസ്സബിരീഖിഹി ഫമാത മകാന. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ജൂതവേദത്തിന്റെയും ക്രൈസ്തവ ദർശനത്തിന്റെയും ആളുകളായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിപക്ഷത്തു നിൽക്കുന്ന ആരെങ്കിലും അത് പറഞ്ഞാൽ ദടുതിയിൽ തന്നെ അവരുടെ ജീവൻ അവസാനിക്കുന്നതാണ്. പക്ഷേ അവർക്കറിയാം, ഫഅബൗ അൻ യഫ്അലൂ വകരിഹൂ മാ ഖാല ലഹും. ആ പറഞ്ഞതവർക്ക് മതിയായില്ല, ദേഷ്യം പിടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശക്തിയുക്തമായ ഖണ്ഡനമാണ്. ആധുനിക ലോകത്തെ പ്രബോധകന്മാർക്കുള്ളൊരു വഴികാട്ടിയാണിവിടെ. ആദർശത്തിന്റെ മേഖലയിൽ വിട്ടുവീഴ്ചയില്ല. പ്രമാണങ്ങളെ കൂട്ടുപിടിച്ച് പ്രസാദമായി സ്വീകരിച്ച് പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക പ്രചാരകരോട് കൃത്യമായ ഒരവതരണമാണ്. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ സ്വർഗസ്ഥരാകാനല്ലേ കൊതിക്കുന്നത്? നിങ്ങളങ്ങ് സ്വർഗത്തിലേക്ക് പോയിക്കോ. പക്ഷേ വലയതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിദ്ദാലിമീൻ. അവരുടെ ദുഷ്ചെയ്തികൾ അവർക്കറിയാം, അതുകൊണ്ട് അവരത് പറയില്ല, ആശിക്കുകയില്ല, ഇഷ്ടപ്പെടുകയില്ല, അവരാഗ്രഹിക്കുന്നില്ല അങ്ങനെയൊന്ന് പറയാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാചകമാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ആദർശത്തിന് തോറ്റപ്പ ആയുധം കൊണ്ട് കടന്നു വന്നവരെ പ്രമാണം കൊണ്ട് പ്രതിരോധിക്കുന്ന മാതൃകായോഗ്യമായ ശൈലിയാണ് ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്നത്. ക്രൈസ്തവ യൂറോപ്പിന്റെ പ്രമാണ ഭാണ്ഡങ്ങൾ മുഴുവനും ഈ പുതിയ കാലത്ത് കൊണ്ടുവന്നാലും ജൂതലോബികളുടെ പ്രമാണ കെട്ടുകൾ മുഴുവനും നവലോകത്തിന്റെ മേശപ്പുറത്ത് വെച്ചാലും ലോക നേതാവിന്റെ സ്നേഹസാഗരത്തോട് സമരം ചെയ്തുകൊണ്ട് പ്രമാണനിബദ്ധമായ ഒരു ഖണ്ഡനം നടത്താൻ ഒരു ശക്തി ദുർഗത്തിനും സാധ്യമല്ല. അവിടെയാണ് ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓ ക്യാ മർതബാ ഹേ തേരാ, എന്തൊരു ഉന്നതമായ സ്ഥാനമാണ് നബിയെ അവിടുന്ന്. കാരണം യൂറോപ്പിന്റെ ചിന്തകന്മാരും പടിഞ്ഞാറിന്റെ പരിശോധകന്മാരും അതല്ല പാശ്ചാത്യന്റെ വിചാരങ്ങൾ മുഴുവനും വന്നത് എവിടെയാണ്?
I doubt whether any man whose external conditions change so much ever change himself less to meet them. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകടനവും ആത്മീയപരവുമായ വിപ്ലവത്തിന്റെയും മാറ്റത്തിന്റെയും വചനങ്ങളാണ്. I have studied him, the wonderful man, and in my opinion, far from being an antichrist, he must be called the savior of humanity. മാനവികതയുടെ സംരക്ഷകനും ലോക ജനതയുടെ നവോത്ഥാന നായകനുമായി നിസ്തർക്കമായി എടുത്തു പറയാനുള്ള അതുല്യ വ്യക്തിപ്രഭാവത്തിന്റെ രാജനാമമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ കേവലമായ 6-ാം നൂറ്റാണ്ടിന്റെ ക്രൈസ്തവ ലോബികളോടുള്ള മറുപടിയല്ല, ആധുനികതയുടെ ആൾത്താരകളിൽ ഇരുന്ന് അവിടുന്ന് പ്രസാദമൊരുക്കാൻ ശ്രമിക്കുന്ന സുവിശേഷകന്മാർക്കും മറുപടിയാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പ്രമാണങ്ങൾക്ക് മുഴുവനും ശക്തമായ ഖണ്ഡനം നടത്തി. ലൗ തമന്നൽ ലഹൂദുൽ മൗത ലശരിഖ അഹദുഹും ബിരീഖി. ആരെങ്കിലും ഒരാൾ ജൂതന്മാരിൽ നിന്ന് അങ്ങനെ ഒരു മോഹം വെച്ചിരുന്നെങ്കിൽ അവരപ്പോൾ തന്നെ അവരുടെ തുപ്പുനീരുകളിൽ അന്ത്യകൂദാശ നേടേണ്ടവരായിരുന്നു. ഇമാം അഹ്മദ്, ഇമാം ബുഖാരി, ഇമാം തിർമിദി, ഇമാം നസാഇ, ഇബ്നു മർദവൈഹി, അബൂ നുഐം തുടങ്ങിയവർ വിശദീകരിക്കുകയാണ്. അവിടുന്ന് യഹൂദികൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ മാതൂ വലറഊ മഖാഇദഹും മിനന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെല്ലുവിളിച്ച നേരത്തെ മരണത്തെ ആശിക്കാൻ അവർ തയ്യാറായിരുന്നെങ്കിൽ അവരപ്പോൾ തന്നെ മരിച്ചു വീഴുകയും അവരുടെ നരകത്തിലെ ഇടങ്ങൾ അവർ കാണേണ്ടി വരികയും ചെയ്തേനെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒളിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു ബാല്യകാലത്ത്, തെളിഞ്ഞു വധിക്കാൻ ശ്രമിച്ചു യൗവനകാലത്ത്, തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു മദീനയിലേക്കുള്ള വഴിയിൽ, നേർക്കുനേരെ വന്ന് സമരം പറഞ്ഞു മദീനയിലെ വിപ്ലവഗാഥകൾക്കിടയിൽ. ഇനി അതൊന്നും കഴിയില്ല എന്ന് വരുമ്പോ വഞ്ചനയുടെ വഴിയിലൂടെ ഹബീബിനെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. എന്റെ ഈ പരമ്പര പോകുന്നത് സീറാ രചയിതാക്കന്മാരുടെ തുടർച്ചയുടെ വഴിയിലാണ്. ഹിജ്റ വർഷത്തിന്റെ കൃത്യമായ കലണ്ടറിലൂടെയാണ്. സീറയുടെ പണ്ഡിതന്മാർ ക്രമീകരിച്ച അധ്യായക്രമമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം സ്വന്തമായി ഒരു നിർണയത്തിന് അധികാരം ഇവിടെ നമുക്കില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപാദങ്ങൾക്ക് സേവനമെടുത്തവരാണ് സീറാ രചയിതാക്കൾ. അവരുടെ പിന്നിൽ കൂടിയാൽ മുദ്ദാഹി ത്വഹ ലാഹിഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തകന്മാരുടെ പ്രപഞ്ചത്തിലെ ഒരു കണികയായി മാറാൻ കഴിഞ്ഞാൽ നിഗാഹേ ഇശ്ഖ് മസ്തി മേ വഹി അവൽ വഹി ആഖിർ വഹി ഖുർആൻ വഹി ഫുർഖാൻ വഹി യാസീൻ വഹി ത്വാഹ वो दाना है सुबल खत्म रसुल मौलाए कुल जिसने गुबारे राह को बख्शा फुरुगे वादिए सीना. ലോകമാകമാനമുള്ള സ്തുതിപാഠങ്ങളുടെ വരിഷ്ഠ വചനങ്ങളെ ആകമാനം ഒരു സമീക്ഷയായി ക്രമീകരിച്ചൊരു മാല്യമൊരുക്കിയാൽ അത് ചാർത്തിക്കൊടുക്കാനുള്ള ഏക വ്യക്തിയെ ലോകത്തുള്ളൂ. സീനായുടെ താഴ്വരയിൽ നിന്ന് പാതുകമഴിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട മൂസാ അലൈഹിസ്സലാമല്ല, അതിനേക്കാൾ ഉന്നതമാണ് അർശിന്റെ കമാനങ്ങൾ കടന്ന് അല്ലാഹുവോട് സംഭാഷണത്തിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലമെത്താൻ നേരവും ഹബീബിനോട് പറഞ്ഞില്ല ചെരുപ്പഴിക്കാൻ.
അങ്ങനെയുള്ള മഹത്വത്തിന്റെ നേതാവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജൂതലോബികളുടെ ദുഷ്ടചിന്തകൾ ഹബീബിനെതിരെ തിരിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുദൈബിയയിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഹുദൈബിയയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മദീനയിലുള്ള ആളുകൾ എല്ലാവരും കൂടെ ജൂതന്മാർ ഒരുമിച്ചുകൂടി. അവരെല്ലാവരും കൂടി ലബീദ് ബിനുൽ അസ്വമിന്റെ മുമ്പിൽ ഒരുമിച്ചുകൂടി. അയാളോട് ആലോചനകൾ നടത്തി. എങ്ങനെയെങ്കിലും ലോക നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രമാണം കൊണ്ട് നേരിട്ടിട്ട് ജയിക്കുന്നില്ല, പ്രമാണങ്ങൾ കൊണ്ട് സമരം ചെയ്തിട്ട് പരാജയപ്പെടുന്നില്ല. ഓരോ ദിവസവും വിജയഗാഥയിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇനി ഒളിഞ്ഞ വഴിയിലൂടെ ഒന്ന് കൈകാര്യം ചെയ്താലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാരണം ചെയ്തു. യഹൂദികളിൽ നിന്നുള്ള ഒരാൾ സിഹർ ചെയ്തു, മാരണം ചെയ്തു. അഅ്സമിന്റെ സഹോദരിമാരാണ്, അഅ്സമിന്റെ പെൺമക്കളാണ്, ലബീദിന്റെ സഹോദരിമാരാണ്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാരണം ചെയ്തപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാരണം ചെയ്ത പെണ്ണുങ്ങൾ അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കെ പറഞ്ഞു അത്രേ, ഇയകുൻ നബിയൻ ഫസയുഖ്ബർ, അതൊരു പ്രവാചകനാണെങ്കിൽ മറഞ്ഞ വഴിയിലൂടെ അറിയും. വയകു ഗൈറ ദാലിക ഫസൗഫ യുദല്ലിഹു ഹാദാ സിഹർ ഹത്താ യദ്ഹബ അഖലുഹു, ബുദ്ധിഭ്രമം സംഭവിച്ച് വിഭ്രമനായി മാറിപ്പോകും. അത്രയും വലിയ കടുത്ത മാരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശ്രവണപുടങ്ങളിലും അതെത്തിയതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ മാരണത്തിന്റെ കരവലയത്തിലിട്ട് മന്ത്രത്തിന്റെ തലത്തിലേക്ക് മാറ്റിയിട്ട് ചിത്തഭ്രമം സംഭവിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു വഞ്ചനയിലും പെടുന്നില്ല. വിഖായത്തുല്ലാഹി അഗ്നത അൻ മുദാഅഫതി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ സംരക്ഷണയിലാണ്. എല്ലാ കോട്ടകളെയും മാറ്റിവെക്കുന്ന അതുല്യമായ സംരക്ഷണ കോട്ടയിലാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഒരു ചതിയും ഒരു വഞ്ചനയും എടുക്കുകയില്ല. അതുകൊണ്ട് അവിടുത്തെ ബുദ്ധിക്ക് ഭ്രമം സംഭവിപ്പിക്കുവാനോ അവിടുത്തെ അന്വേഷണ മേഖലയിൽ ഒരു മറ പിടിക്കുവാനോ അവിടുത്തെ മുന്നേറ്റ വഴിയിൽ ഒരു മുള്ള വിതറുവാനോ അവിടുത്തെ പ്രചാരണ വഴിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ സ്വകാര്യ ജീവിതത്തിന്റെ ഇടയിൽ ചില ബാലൻസുകൾ മാത്രം വ്യത്യാസപ്പെട്ടു. അത് വ്യക്തിത്വത്തെ ബാധിക്കുന്നതായിരുന്നില്ല, പ്രബോധനത്തിന്റെ മേഖലയിൽ തീരെ ആയിരുന്നില്ല. സ്വകാര്യ ജീവിതത്തിന്റെ തലത്തിൽ സിഹർ ചെയ്യപ്പെട്ടു എന്നറിയിക്കാൻ മാത്രമുള്ള സൂചനകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്നപ്പോൾ ഹബീബിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതാ രണ്ടുപേര് വരുന്നു. ഇമാം അഹ്മദ് ഉദ്ധരിക്കുകയാണ് 6 മാസം. മറ്റൊരു നിവേദനത്തിൽ ഇമാം ഇസ്മാഈലി പറയുകയാണ് 40 ദിവസങ്ങൾ. ഏതായാലും എണ്ണിയാൽ ഒതുങ്ങുന്ന ദിവസങ്ങളിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ ചില മറകൾ മാത്രം വരുന്നു, വേറെ ഒരു പ്രശ്നവുമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിക്കപ്പെടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമും ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാമും വന്ന് അവതരിപ്പിക്കുകയാണ്. ഒരാൾ വന്ന് ചോദിക്കുന്നു, മാ വജഉർ റജുൽ, എന്ത് പറ്റിപ്പോയതാണ് ഹബീബിനെന്ന്? അപ്പോൾ പറയുന്നു, ലബീദ് ബിനുൽ അസ്വമിൽ യഹൂദി എന്ന് പറയുന്നയാൾ
ചെയ്തു വെച്ച ചില വേലകളുടെ സ്വാധീനമാണെന്ന്. അതെവിടെയാണുള്ളത്? കിണറ്റിന്റെ ഉള്ളിൽ വെള്ളം ശുദ്ധിയാക്കാൻ വേണ്ടി അതിന്റെ ഉള്ളിലെ അടിയിൽ വെച്ചിരിക്കുന്ന ചില സെപ്പറേറ്റ് പാറയുണ്ട്. അതിന്റെ അടിയിലാണ് മാരണം ചെയ്തത് വെച്ചിട്ടുള്ളത്. ചില നിവേദനങ്ങളിൽ കാണാം കിണറിന്റെ മുകളിൽ തന്നെയുള്ള കല്ലിന്റെ അടിയിലാണ്. ഏതായാലും ബിർ ദിർവാൻ എന്ന് പറയുന്ന കിണറിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ മാരണം ചെയ്തിട്ട് അവരുടെ വേലവിദ്യകൾ കൊണ്ടുപോയി വെച്ചു. തഹ്ത സഖറത്തിൻ ഫിൽ മാ, ആ വെള്ളത്തിലുള്ള പാറയുടെ അടിയിൽ അവസാനം ആ കിണറിലെ വെള്ളം മാറ്റിയിട്ട് ആ പാറയുടെ അടിയിൽ നിന്ന് സാധനം എടുത്തു. 11 കെട്ടുകളിലുള്ള അതിനു വേണ്ടി പാകം ചെയ്ത വേലവിദ്യകൾ കൊണ്ടുവന്നു. അവസാനം ഫബഅസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയൻ വഅമ്മാറ, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഹബീബ് നിയോഗിച്ചു. ذهب رسول الله صلى الله عليه وسلم في أناس من أصحابه إلى البئر فنظر إليها وعليها نخل. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ചില സ്വഹാബിമാരെയും കൂട്ടിപ്പോയി എന്നും ചില നിവേദനങ്ങളിൽ കാണാം. പോയിട്ട് ആ സാധനങ്ങൾ മുഴുവനും പുറത്തെടുത്തു. ആ തീർപ്പിന്റെ അംശങ്ങൾ, അതുപോലെ തന്നെ 11 കെട്ടുകൾ, സൂചിയും അതിന്റെ മറ്റു സാധനങ്ങളുമെല്ലാം എടുത്തു. ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം ബിൽ മുഅവ്വദതൈൻ, മുഅവ്വദതൈൻ സൂറകളുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് തുടങ്ങുന്ന അധ്യായവും ഖുൽ അഊദു ബിറബ്ബിന്നാസ് തുടങ്ങുന്ന അധ്യായവുമായി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുന്ന് ചികിത്സാർത്ഥമായി ആത്മീയ ചികിത്സയ്ക്ക് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മന്ത്രിച്ച് കെട്ടിവെച്ചിരുന്ന മാരണക്കാരുടെ മന്ത്രക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് സൂചി വലിച്ചൂരിയപ്പോഴേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഓരോ ആയത്തുകളും ഓതുമ്പോൾ അതാ ഓരോ കെട്ടുകൾ അഴിയുന്നത് പോലെയാണ്. ഓരോ കെട്ടുകളും അഴിയുന്നതിന്റെ ഇടയിൽ ഓരോ വേദനകൾ ഒഴിവാവുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, വല്ലാത്തൊരു സ്വസ്ഥതയും റാഹത്തും അനുഭവിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ മാരണം ചെയ്ത ജൂതന്മാരുടെ ചതിയിൽ നിന്ന് വല്ലാഹു യഅസിമുക മിനന്നാസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകുകയാണ്. ഒരാളുടെ ചതിയും അവിടെ വരില്ല. പക്ഷേ ഒരു കാര്യം അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ വ്യക്തിപ്രഭാവത്തിന്റെ പ്രഫുല്ലമായ ദീപ്തിക്ക് മുമ്പിൽ എല്ലാം മറന്നുപോയ എതിരാളി പരിശകളുടെ ആയുധങ്ങളെല്ലാം അവസാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റാഹത്ത് ലഭിച്ചപ്പോൾ അതാ പ്രതികളായ ആളുകൾ ഹബീബിന്റെ മുമ്പിൽ വരികയാണ്. അവിടുന്ന് മൈലാഞ്ചി കലക്കിയതുപോലെ കലങ്ങിപ്പോയ കിണറിലെ വെള്ളം ആ കിണർ മൂടിച്ചു കളഞ്ഞു, മറ്റാർക്കും വിപത്തുകളും വിഷമങ്ങളും ഇല്ലാതിരിക്കാൻ. അത്രയും മാരകമായ കുറ്റം ചെയ്ത ലബീദ് ബിനുൽ അഅ്സമിനെ ഫഅഖദഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅതറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു, ഐഡന്റിഫൈ ചെയ്തു. ഫഅഫാ അൻഹു വലം യഖ്തുൽഹു, വിട്ടുവീഴ്ച ചെയ്തു, കൊല ചെയ്തിട്ടില്ല. ആ
ആധുനിക തീവ്ര വിചാരത്തിന്റെ പ്രിയപ്പെട്ട നബി എഴുതിയവരെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത ആളായിരുന്നു എന്ന് പ്രചരിപ്പിക്കുവാൻ ഇസ്ലാമിന്റെ കരുണയുടെ അധ്യായങ്ങളെയും ഹബീബിന്റെ വിട്ടുവീഴ്ചയുടെ അധ്യായങ്ങളെയും കഠിനമായി വിരോധിച്ചുകൊണ്ട് കവലകൾ കയ്യേറുമ്പോ ലോക നേതാവിന്റെ കരുണ അറിയുമോ? ലുത്ഫുനക ആമോ ഹി ജായേഗാ शाद हरना काम हो ही जाएगा साइलो दामन सखी का धाम लो कुछ न कुछ इनाम हो ही जाएगा. ഇന്ന് തീവ്ര ഇസ്ലാമിന്റെ ചില ആളുകൾ വിചാരിക്കുന്നത് ഹബീബ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളായിരുന്നു, കാരുണ്യമില്ലാത്ത ആളായിരുന്നു, അവിടുന്ന് എടുത്ത അടിക്ക് പ്രതികരിക്കുന്ന ആളായിരുന്നു. പ്രതികാരത്തിന്റെ നേതാവായി ഹബീബിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആധുനിക ലോകത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഹബീബിന്റെ കാരുണ്യ പ്രപഞ്ചത്തെ അറിയില്ല. ലബീദ് ബിനുൽ അസ്വമിന് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ അതുല്യമായ കരുണയുടെ അരുണസ്പർശങ്ങളാണ് ലോകമാകമാനം ഹബീബിൽ നിന്ന് അനുഭവിച്ചതെന്ന് പ്രമാണങ്ങൾ പ്രചണ്ഡമായി സംസാരിക്കുമ്പോ സായിലോ ദാമൻ സഖീകാ ധാമലോ, ചോദ്യകർത്താക്കളെ ഹബീബിന്റെ കവാടത്തിലേക്ക് പോയിരുന്നോ? കുച്ചിന കുച്ചിന മോഹി ജായേഗാ, അല്പസ്വല്പമെങ്കിലും ഔദാര്യം അവിടെ ലഭിക്കാതിരിക്കില്ല എന്ന് ലോക നേതാവ് പുണ്യനബിയുടെ പാഠശാലയിൽ നിന്ന് പവിത്ര ശകലങ്ങളെ ഹൃദയത്തിലേറ്റെടുക്കുന്ന അനുരാഗികളെ മദീനയിലേക്ക് സലാം. കാരണം നമ്മൾ ആരാണ്? ഹബീബുണ്ടെങ്കിൽ പിന്നെ വേദനയില്ലെന്ന് വിശ്വസിക്കുന്നവരാണ്. ഹബീബുണ്ടെങ്കിൽ പിന്നെ നൊമ്പരമില്ലെന്ന് വിചാരമുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടോ? എന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുണ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് മുഴുവനുമുള്ള കരുണയെന്ന് ലോകമാകമാനം ഏറ്റുവാങ്ങുമ്പോ ആ നേതാവിന്റെ ചുടുചുംബനങ്ങളാണ് മെരാദിൽ ബറസ്താനെ ഹി ദേഖ് കർ അബ് रहमत बेदों पर भी बरसात बरसाने वाले मदीने के खित्ते खुदा तुझको रखे गरीबों फकीरों के ठहराने वाले. മദീന പാവങ്ങളുടെ അഭയകേന്ദ്രമാണ്. അഷ്ടിക്കു വകുപ്പില്ലാത്തവരുടെ കഷ്ടതകൾ അറിഞ്ഞിട്ട് പരിഹാരം നൽകുന്ന ചരിത്രഭൂമിയാണ്. ആനുകൂല്യം ആഗ്രഹിക്കുന്നവർക്ക് അവലംബം നൽകുന്ന ദേശമാണ് മദീന. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജൂതന്മാര് സിഹർ ചെയ്തിട്ട് മാരണം ചെയ്ത് ചതിയിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ട് ഹബീബ് അവരെ ശിക്ഷിച്ചില്ല. ഖാലൽ നവവിയ്യു, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വസ്സഹീഹു, ഏറ്റവും സ്വീകാര്യയോഗ്യമായ അഭിപ്രായം, ലിസ്സിഹ്രി ഹഖീഖത്തുൻ, യഥാർത്ഥത്തിൽ മാരണമെന്നൊരു നടപടിയുണ്ട്. വബിഹി ഖതഅൽ ജുംഹൂറു, അങ്ങനെയാണ് ഭൂരിപക്ഷം ആലിമീങ്ങളും ഗണ്ഡിതമായി പറയുന്നത്. വഅലൈഹി അമ്മത്തുൽ ഉലമായി, പണ്ഡിത ലോകത്തിന്റെ സാകല്യത്തിന്റെ അഭിപ്രായവും അങ്ങനെയാണ്. വയദുല്ലു അലൈഹിൽ കിതാബു വസ്സുന്നത്തു സ്വഹീഹത്തുൽ മശ്ഹൂറ, പ്രസിദ്ധവും സ്വീകാര്യവുമായ ഹദീസിന്റെ പ്രമാണങ്ങളും മാരണവേല എന്നൊരു വേലയും അതിന് സ്വാധീനവും ഉണ്ടെന്നാണ്.
അപ്പോൾ അത് നിഷേധിക്കേണ്ടതല്ല. അങ്ങനെ ഒരു വൃത്തിയില്ല എന്ന് പറയാൻ പറ്റില്ല. വഖാല അൻ-നബവി റഹിമഹുല്ലാഹ്, എന്നിട്ട് ഇമാം നബവി തങ്ങൾ പറയുകയാണ്, അമലു സിഹ്രി ഹറാമുൻ വഹുവ മിനൽ കബായിരി ബിഇജ്മാ. അങ്ങനെ മാരണവേല ചെയ്യാൻ മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ജാലവിദ്യകൾ, മാരണക്കാരായ മന്ത്രവാദികളെ സമീപിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന വിധം ചെയ്യൽ, അത് വൻകുറ്റങ്ങളിൽപ്പെട്ടതാണ്, ഹറാമാണ്. ബിഇജ്മാഇൻ, വൈജ്ഞാനിക ലോകത്തിന്റെ ഏകോപനം കൊണ്ട്. വഖദ് അദ്ദഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ് സബ്ഇൽ മൂബിഖാത്ത്, 7 വൻകുറ്റങ്ങളിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുണ്ട്. വമിൻഹുമാ യകൂനു കുഫ്റൻ, ചിലപ്പോൾ കുഫറിലേക്ക് തന്നെ മാറ്റുന്ന കാര്യങ്ങളും അതിലുണ്ട്. വമിൻഹുമാ ലാ യകൂനു കുഫ്റൻ ബൽ മഅസിയതൻ കബീറ, എന്നാൽ അതിൽ കുഫറാകാതെ തന്നെ വൻകുറ്റമായി മാറുന്ന തരത്തിലുള്ള മാരണങ്ങളുമുണ്ട്. എന്നാൽ ആരെങ്കിലും അതിൽ മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയോ അവിടുന്ന് നക്ഷത്രങ്ങളെയോ ദൈവങ്ങളെയോ മറ്റു ദൈവങ്ങളെയോ ആരാധിക്കുകയോ പ്രസാദം കൊടുക്കുകയോ വിധം ഹൈന്ദവ സഹോദരങ്ങളെ പോലെയുള്ള ആളുകൾ ചെയ്യുന്ന കൃത്യങ്ങളിൽ ഇടപെട്ട് മാരണം ചെയ്താൽ, അതിന് സഹകരിച്ചു കൊടുത്താൽ ഫഹുവ കുഫറുൻ, അത് കുഫറാണ്. പിശാചുക്കൾക്കോ നക്ഷത്രങ്ങൾക്കോ ആരാധന ചെയ്യും പോലെ, വിധേയപ്പെടും പോലെ. മാരണവേല പഠിക്കലും പഠിപ്പിക്കലും നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ അവൻ തൗബ ചെയ്യുകയും മടങ്ങുകയും വേണം. ഒരിക്കലും അത്തരം കൃത്യങ്ങളിലേക്ക് ഇടപെടാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്നതാണ് വലിയ മാരണം. അതുകൊണ്ട് മകളെയോ മരുമകനെയോ അല്ലെങ്കിൽ അങ്ങനെ കുടുംബ ബന്ധങ്ങളിലുള്ളവരെയോ അവരോടുള്ള അസൂയമോത്ത് ദുർമന്ത്രവാദികളെ സമീപിച്ച് തെറ്റായ നടപടികൾ ചെയ്താൽ അത് വൻകുറ്റമാണ്, മാരണമാണ്. അതിൽ ഇടപെട്ട് പോകാൻ പാടില്ല എന്ന് അവസരോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആ വലിയ ചതിക്കുഴിയിലൂടെയാണ് ലോക നേതാവിന്റെ മഹനീയ സന്നിധാനത്തെ അതാ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയതെങ്കിൽ. ഇനി എന്റെ ഈ അധ്യായം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതിസന്ധികളെ വകഞ്ഞുമാറ്റി, പ്രതിഷേധങ്ങളെ നീക്കിവെച്ചുകൊണ്ട് കഷ്ടപ്പാടുകൾ സഹിക്കുമ്പോഴാണ് അതാ ഖുർആൻ വരുന്നു. ഉദിന ലില്ലദീന യുഖ്തലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ആക്രമിക്കപ്പെട്ടവരായ ആളുകൾ നാട്ടിൽ നിന്ന്, വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ജീവിക്കാൻ അവസരം കൊടുക്കാതെ ആദർശത്തിനു വേണ്ടി പലായനം ചെയ്യേണ്ടി വന്നവർ, ജന്മനാടിനെയും ജന്മബന്ധുക്കളെയും വിട്ടൊഴിവാക്കിയിട്ട് പരദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്നവർ, അവരോട് ഖുർആൻ പറയുകയാണ്, ഉദിന ലില്ലദീന യുഖ്തലൂന ബിഅന്നഹും ളുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഇനി നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് സമരവഴിയിൽ ഇറങ്ങാം. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഹിയ അവ്വലു ആയത്തിൻ നസലത് ഫിൽ ഖിതാലി, യുദ്ധ സംബന്ധമായി ഇറങ്ങിയ ആദ്യത്തെ ആയത്താണിത്. വഹുവ ഖാദിറുൻ അലാ നസ്രിഹി ഇബാദഹുൽ മുഅ്മിനീന മിൻ ഗൈരി ഖിതാലിൻ വലാകിൻ യുരീദു മിൻ ഇബാദിഹി അൻ യബ്ദുലു ജുഹദഹും ഫീ ത്വാഅതിഹി വഇന്നമാ ശറഅ തആല അൽ ജിഹാദ ഫിൽ വഖ്തിൽ അൽയഖി ബിഹി. അല്ലാഹുവിൽ നിന്നുള്ള സമ്മതം വന്നു നബിയെ. ഇതുവരെ പ്രതിഷേധത്തിന്റെ കൂരമ്പുകളിൽ വിരിമാറ് കാണിച്ചിട്ട് സഹനമാണ് കാണിച്ചതെങ്കിൽ ഇനി പ്രതിഷേധത്തിനെതിരിൽ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെങ്കിൽ ചെയ്യാം നബിയെ. الذين
الذين أخرجوا من ديارهم بغير حق إلا أن يقولوا ربنا الله. ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവർ, സ്വന്തം കുടുംബത്തെ ഒഴിവാക്കേണ്ടി വന്നവർ, പത്നിമാരെയോ ഭർത്താക്കന്മാരെയോ മക്കളെയോ മാതാപിതാക്കളെയോ ജന്മവീടിനെയോ ഒഴിഞ്ഞു പോകേണ്ടി വന്നവർ, അവർക്കിതാ സമ്മതം നൽകിയിരിക്കുന്നു. അല്ലാതെ അവിശ്വാസികളെ കൊല്ലാൻ വേണ്ടിയുള്ളതല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ അവിശ്വാസികളെ കൊല്ലാനല്ല. മക്കയിലെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞു. ആ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ് മദീനയിൽ പോയി സ്വൈരമായി ജീവിക്കാൻ വിചാരിച്ചപ്പോ അവിടെയും ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അപ്പോഴാ സ്വഹാബത്ത് മുഴുവനും സഹിച്ചതെങ്ങനെയാണ്? കിസ് ബാത് കീ കമീ ഹേ ആഖാ തെരീ ഗലീ മേ, दुनिया तेरी गली में उक़बा तेरी गली में, किस बात की कमी है, എന്തിന്റെ കുറവാണ് നിങ്ങൾക്കുള്ളത്? ആഖാ തെരീ ഗലീമേ, ലോക നേതാവ് നിങ്ങളുടെ വഴിയിലാണെങ്കിൽ നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തിന്റെ പരിമിതിയാണുള്ളത്? ദുനിയാ തെരീ ഗലീമേ ഉഖബാ തെരീ ഗലീമേ, ഇഹലോകവും പരലോകവും നിങ്ങളുടെ കൈവശമാണ്. ലോക നേതാവിന്റെ പിന്തുണയുണ്ടെങ്കിൽ പരിമിതികളില്ല, പ്രശ്നങ്ങളില്ല. അങ്ങനെ നഹ്നുല്ലദൂന ബഅയഉ മുഹമ്മദ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്തവരാണ്. അലൽ ജിഹാദി മാ ബഖീന അബദാ, അവശേഷിക്കുന്ന കാലം ആദർശത്തിനു വേണ്ടി സമരഗോതയിൽ ഇളകാതെ നിൽക്കാൻ തയ്യാറാണ് എന്നുടമ്പടി ചെയ്ത സ്വഹാബികളാണ്. അങ്ങനെ മദീനയിൽ കഴിഞ്ഞുകൂടുമ്പോഴാണ് വിരോധികളുടെ ആയുധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വരുന്നത്. ആരോപണത്തിന്റെ നൂലാമാലകളും ആയുധത്തിന്റെ ക്രൂര വിനോദങ്ങളും ലോകഗുരുവിന്റെയും അനുയായികളെയും സ്പർശിക്കാൻ തുടങ്ങിയപ്പോൾ ഇനി പ്രതികരിക്കാൻ നേരമായിരിക്കുന്നു. ഇനി ചിട്ടപ്പെടുത്തേണ്ട സമയമാണ്, കഷ്ടപ്പെടേണ്ട സമയമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ ഖറജ മിനൽ മദീനത്തി ത്വാലിബൻ ലിഈരി അബീ സുഫിയാൻ അല്ലതി ബലഗഹു ഖബറുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ റിപ്പോർട്ട് കിട്ടി, മക്കയിലുള്ള മുഴുവൻ സ്വത്തുവകകളെയും ആവഹിച്ചുകൊണ്ട് അബൂ സുഫിയാൻ എന്ന വലിയ പട്ടാളക്കാരൻ, അവരുടെ നേതാവ് പേരുന്നുണ്ട് സ്വാദിറതം മിനശ്ശാം, സിറിയയിൽ നിന്ന് വരികയാണ്. ഫഖറജ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു. അവിടുന്ന് പരദേശത്ത് പൊറുതി കൊടുക്കാത്തവർ, ജന്മദേശത്തിടം നൽകാത്തവർ, പലായനത്തിന് പാരവെച്ചവർ, അവർക്കെതിരെയാണ് ലോക നേതാവ് അസ്തിത്വത്തിന് വേണ്ടിയുള്ള സമരഗോതയിലേക്ക് ലോക പട്ടാളക്കാരെ മുഴുവനും, റെജിമെന്റുകളെ മുഴുവനും, മിലിറ്ററി ക്യാപ്റ്റന്മാരെ മുഴുവനും അത്ഭുതപ്പെടുത്തുന്ന ചിട്ടയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുക്കം. പ്രിയപ്പെട്ട മകൾ റുഖിയ്യ റളിയല്ലാഹു അൻഹ രോഗിണിയാണ്. ഓ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ, നിങ്ങൾ കാവലായി നിൽക്കണം. ഓ അബൂ ലുബാബ, നിങ്ങൾ മദീനയുടെ കാര്യങ്ങൾ നോക്കണം. ഓ ഇബ്നു ഉമ്മ മക്തൂമേ, നിങ്ങൾ ജമാഅത്തിന്റെ നേതൃത്വം വഹിക്കണം. ഓ ആസിം ബിൻ അലിയെ, മസ്ജിദ് ഖുബായിന്റെ അടുക്കൽ നിൽക്കണം. പള്ളി മുളിയന്മാര് വരും, അതുകൊണ്ട് അവരെ സൂക്ഷിച്ചു കൊള്ളണം. സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി എല്ലാ വഴിയിലും ഇറങ്ങിയിരുന്നു, കഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ സമയമായപ്പോഴേക്ക് പാമ്പിന്റെ കടിയേറ്റിട്ട് സയ്യിദ് ബിൻ ഉബാദ തങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഭ്യന്തര സെറ്റപ്പുകൾ നടത്തി. ഒരു രാജ്യത്തിന്റെ കൃത്യമായ നിയന്ത്രണ പദത്തെ, ഒരു പട്ടാളത്തെ, ഒരു മിലിറ്ററിയെ, ഒരു പോലീസിനെ, സംവിധാനത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്.